വൈശാഖ് പറഞ്ഞില്ല ഗ്രീൻ കഫേ എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ എല്ലാവർക്കും ഒരു ടച്ച് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രിയദർശൻ സാറ്, മോഹൻലാൽ സാറൊക്കെ ഒരുമിച്ച് പറയാറുണ്ട് അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ച്. അവർ സംഗമിക്കുന്ന സ്ഥലമായിരുന്നു. അതുപോലെ കാക്കനാട് ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഞാൻ എപ്പോഴും പോകുമായിരുന്നു. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് റിയാൻ സ്റ്റുഡിയോ ഉണ്ട്. റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും. അപ്പം വെറുതെ പിഷാരടിക്കാരെ ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അപ്പോൾ ഞാൻ അന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ, അതായത് ഒരു ഔലോസുണ്ട മേടിച്ചിട്ട് ഇരിക്കുന്നതാണ്. നല്ല തടിയുള്ള ആൾ. അയാൾക്ക് ഒരിക്കലും ആ ഉണ്ട ചേരൂല. ഒരു വലിയൊരു മനുഷ്യനൊരു ചെറിയ ഉണ്ടായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനവിടെ പോയിട്ട് പൊറോട്ട, നമ്മുടെ അന്നത്തെ ലക്ഷറി ഫുഡ് അതാണല്ലോ, റെക്കോർഡിങ് കഴിഞ്ഞ് കുറച്ച് കാശ് കിട്ടി പൊറോട്ട ബീഫൊക്കെ ഓർഡർ ചെയ്തിരിക്കുമ്പോൾ ഈ പുള്ളി ഇങ്ങനെ പതുക്കെ ഉണ്ടി എടുത്തിട്ട് വീണ്ടും വെക്കുന്നുണ്ട്. ഇയാള് ഞാൻ പൊറോട്ട ഒന്ന് കഴിച്ചു തുടങ്ങി. എന്നിട്ട് ഞാൻ ചിരിക്കണമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അയാൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണ്ട്. എന്നിട്ട് ഇയാൾ മാറിയത് വിറക്കാണ് ഇയാൾ. എന്നിട്ട് ലാസ്റ്റ് ഒരാൾ അയാളത്ത് ചോദിച്ചു ചായ തരുമെന്ന് ചോദിച്ചു. ചായ കൊണ്ടൊന്ന് ഒഴിച്ച് ഇതൊക്കെ നടക്കണം. ഞാനും 2 പൊറോട്ട കഴിഞ്ഞ് ബീഫ് കഴിച്ച് ചായ കുടി കഴിഞ്ഞിട്ടും ചായ ഒഴിച്ചിട്ട് കുതിരുമല്ലോ. കുതിർന്ന് കഴിയുമ്പോൾ എന്താ വീണ്ടും ഇയാളെ ഞാൻ കാശ് കൊടുത്ത് പോകുമ്പോഴും പുള്ളി എന്നെ ഇങ്ങനെ നോക്കണ്ട. പുള്ളി ഉണ്ടത് നിന്നിട്ടില്ല. ഈ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞല്ലേ, ഞാനൊരിക്കലും ഇന്ത്യൻ കോഫീസ് ചെന്നപ്പോൾ അവിടെ കൈ കഴുകാനായിട്ട് ഇച്ചിരി വിശാലമായ സ്ഥലമുണ്ട്. ഒരു ഓഡിറ്റോറിയത്തിൽ കൈ കഴുകാൻ നമ്മൾ 12 പൈപ്പൊക്കെ ഒന്നിച്ച് വയ്ക്കുമല്ലേ, അതുപോലെ ഒരു 10ഓളം പൈപ്പുണ്ട്. ഈ 10ഓളം പൈപ്പിലും കൂടെ ഒരു സിംഗിൾ കണ്ണാടി, തടിയുടെ ഫ്രെയിമൊക്കെ ആയിട്ട് പഴയ ടൈപ്പ് കണ്ണാടിയുണ്ട്. ഞാനിരിക്കുന്നുണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരുത്തൻ. ഇപ്പം നിൻ്റെ പ്രണയത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരുത്തൻ അസ്വസ്ഥനായിട്ടിരിക്കുന്നുണ്ട്. അവരെ ആരോ പറ്റിച്ച് തേച്ചിട്ട് തീറ്റയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. തിന്നുന്നില്ല, 2 വായ തിന്നും. പിന്നെ കുറേ മൊബൈലിൽ ടൈപ്പ് ചെയ്യും, ആരോട്ടും മിണ്ടുന്നില്ല. ഇവൻ വളരെ അബ്നോർമലായിട്ടാണ് പെരുമാറുന്നതെന്നുള്ളത് ചുറ്റുമുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ കൈ കഴുകാൻ പോയപ്പം ഇവനും കൈ കഴുകാൻ വന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് കൈ കഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ കൈ കഴുകിയിട്ട് ഈ കണ്ണാടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവൻ തൊട്ടിപ്പുറത്തെ വാഷ് ബേസിന് കൈ കഴുകിയിട്ട് ഇങ്ങനെ കണ്ണാടിയിലോട്ടൊന്ന് ഇങ്ങനെ നോക്കിയിട്ടേ ഒരൊറ്റ ഇടി ആ കണ്ണാടിക്കിട്ട് കൊടുത്തിട്ട് ഈ ഫുൾ കണ്ണാടി പൊളിഞ്ഞ വാഷ് ബേസിലും വീണ അവിടെ മുഴുവൻ കണ്ണാടി എടുത്തിട്ട് ഞാൻ ഇവനോട് താനെന്തോ പണിയോട് കാണിച്ചെന്ന് ചോദിക്കാനപ്പോൾ ഞാൻ ഇത് മുഴുവൻ ഞെട്ടിൽ മാറി ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവനെ ഷീ ചീറ്റഡ് മീ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക്. ഷീ ചീറ്റഡ് മീ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക്. അതിന് ഇന്ത്യൻ കോഫി ഹൗസിലെ കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് എന്തിനാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. കല്യാണം കഴിച്ചാണ് വേണമെങ്കിൽ നമ്മുടെ പായസം ഒരുമിച്ചാകാമെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് ഡയാന വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ റൂമിൽ ചില്ലടിച്ചിട്ട് ഗ്രീൻ റൂമിലെ ചില്ലടിച്ച് പൊട്ടിച്ചിട്ട് പൊക്കളയും. ഈ ഗ്രീൻ റൂം എന്ന് പറഞ്ഞെടുത്ത് പെട്ടെന്നൊരു ഗ്രീൻ റൂം കഥ, ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തത്. സിംഗപ്പൂർ ഒരു പരിപാടി നടക്കണം. അപ്പോൾ ഹരിശ്രീ യൂസഫ് എന്ന് പറഞ്ഞ ഞങ്ങൾ വീണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങളുണ്ട്, കുറേ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സിംഗപ്പൂരിലെത്തിയ ആദ്യത്തെ മലയാളി എന്നെങ്ങാണ്ട് പറയുന്ന ഒരാൾ എത്രയോ വർഷം മുമ്പ് 60-ലോ സിംഗപ്പൂർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങാണ്ട് സിംഗപ്പൂരിലെത്തി എന്ന് പറഞ്ഞു. പുള്ളിയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരു മലയാളിയെ കൊണ്ടുവന്നിട്ട് ചെറിയ ഷോയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വയസ്സായി അദ്ദേഹത്തിന്, നല്ല വയസ്സായി. അപ്പം അദ്ദേഹത്തിനെ ഈ ഷോയിലിട്ട് ആദരിക്കാനുള്ള പ്ലാനാണ് ഇവർക്കെല്ലാം കൂടെ. അപ്പം അതിൻ്റെ ഇൻ്റർവെല്ലിന് പുള്ളിക്ക് പൊന്നാട കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗപ്പൂരിൽ ആദ്യ കാലത്ത് വന്ന ആളെന്നൊക്കെ പറഞ്ഞ് ആദരിക്കാനാണ്. ആ സമയത്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഒരു 5 മിനിറ്റ് വേണം. അദ്ദേഹം അത്രയും പ്രായമായുള്ള കൊണ്ടുവരാനൊക്കെ പാടാണ്. അപ്പം നേരത്തെ തന്നെ കൊണ്ടുവന്ന് സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ ഇരുത്തിയിട്ട് കയറ്റാം എന്നുള്ള അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഗ്രീൻ റൂമിൽ കൊണ്ടുവന്നിട്ട് ഓരോരുത്തരായിട്ട്, അദ്ദേഹം സയൻറ്റിസ്റ്റാണ് അത്രേ. ഈ വന്നവർ എല്ലാം ഞങ്ങൾക്ക് വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം വന്നു. ഒരാൾ ഞാനത് ഇത് ഇന്ന സാറാണ്, സയൻറ്റിസ്റ്റാണ്, 50 വർഷം മുമ്പ് സിംഗപ്പൂർ എത്തിയ ആളാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. നേരെ അടുത്ത രമ്യ അംബീസിൻ്റെ അടുത്ത് കൊണ്ടിട്ട് ഇത് ഇന്ന ആളാണ്, സയൻറ്റിസ്റ്റാണ്. അതായത് ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കേട്ടോ. ഒരു 10-30 പേരെ നമ്മളുമൊക്കെ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണുവാണല്ലോ ഒരാളെ കാണുന്നത്. പുള്ളിയും ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് യെസ് ഐ ഹാവ് സീൻ യു, ഐ ഹാവ് സീൻ സം ഓഫ് യുവർ ഷോസ് എന്നൊക്കെ പറയും. ഇത്രയൊക്കെ ഉള്ളൂ. പുള്ളിയും അവിടെ അന്ന് എത്തിയ ആളല്ലേ. അങ്ങനെ സിംഗപ്പൂരത്തേക്ക് സ്റ്റേജിൻ്റെ സൈഡിൽ കൊണ്ട് ഇങ്ങനെ ഇരുത്തി. അപ്പോൾ അവിടെ ഷോ ഒക്കെ കിടക്കുക. ഇങ്ങനെ ഇരുത്തി പുള്ളി ഇങ്ങനെ ഇരുന്ന് ഷോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഹരിശ്രീ യൂസഫ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇയാളുടെ തട്ടെടുത്ത് വന്നിട്ട് സാറേ യെസ് കുടിക്കാനുള്ള വെള്ളം എവിടെയാ? ഐ ഡോണ്ട് നോ. കുടിക്കണ വെള്ളം എവിടെയാണെന്നറിയാത്ത ആളാ ശാസ്ത്രജ്ഞന്.
ഈ ഗ്രീൻ റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയറിന് ജാഫർക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പ്രോഗ്രാം പോവാണ്. നമ്മുടെ പരിചയത്തിൽ ഒരു തന്നെ പ്രോഗ്രാം പിടിച്ചേക്കണം, മാപ്പിളപ്പാട്ട്. അവൻ്റെ നേതൃത്വത്തിലുള്ള സമീർ എന്നും പറഞ്ഞ് മൂവാറ്റുപുഴയിലുള്ളത്. അപ്പോൾ നമുക്ക് അറിയാമേ, നമുക്ക് അധികം ആ ഡിമാൻഡ്സ് പറയാൻ പറ്റില്ല. അത് വേണം, ഇത് വേണം. സാധാരണ പ്രോഗ്രാമിന് ചായ വേണമെന്ന് കാരണം സുഹൃത്ത് തന്നെ പിടിച്ചിരിക്കുന്ന പ്രോഗ്രാമാണല്ലോ. അപ്പോൾ അങ്ങനെ ഗ്രീൻ റൂം എന്ന് ചോദിച്ചപ്പോഴേ ശരിക്കും ഒരു ചെളിക്കണ്ടം. അതായത് ഒരു പാടത്ത് തന്നെയാണ് സ്റ്റേജ് വെച്ചേക്കണം. അവിടെ വെള്ളം ഇതൊക്കെ ഇട്ടിരിക്കുക. ഞങ്ങളങ്ങോട്ട് ഡ്രസ്സ് മാറാനൊന്നും പോയില്ല. ഉടനെ ജാഫർക്ക് ആരുടെ ചോദിച്ചാൽ മൺവെട്ടി കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി മൺവെട്ടി മേടിച്ചിട്ട് പുറയിലേക്ക് പോകണമുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് എനിക്ക് ഡ്രസ്സൊന്ന് മാറണം എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴേ ഈ ഡ്രസ്സിങ് റൂമിൽ ഗ്രീൻ റൂമിൽ നിറച്ച് കപ്പ നട്ട് വെച്ചേക്കണ്ട. എന്നിട്ട് സമീറിനെ വിളിച്ചിട്ടേ കപ്പ നടാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു. പുള്ളി നിറച്ചും കപ്പ നട്ടേക്കാം. ഞങ്ങൾക്ക് തന്ന ഗ്രീൻ റൂമാണ് ഇതെന്ന് പറഞ്ഞിട്ട്.